കണ്ണൂർ കൂളിച്ചാലുകാർക്ക് ഈ ഓട്ടോറിക്ഷയും ഇതിന്റെ ഡ്രൈവർ മനോജ് കുമാറും ഇപ്പോൾ ഒരു താരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടന്നു. ഒരു അതിഥി തൊഴിലാളി മറ്റൊരു അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തി. ആ പ്രതി മുങ്ങുന്നതിനിടയ്ക്ക് ഈ ഓട്ടോയിലാണ് കയറിയത്. ഈ ഓട്ടോയോടുകൂടി ആ പ്രതിയെ ഇദ്ദേഹം പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നലെ ഈ പറയുന്ന കക്ഷി പ്രതി എന്റെ ഓട്ടോ വിളിച്ച് കണ്ണൂരിലേക്ക് പോകണം, എന്റെ അനുജൻ അവിടെ വന്നിട്ടുണ്ട്, അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞു. രാത്രി 1 മണിക്ക് 1:20 വണ്ടി, ഒരു 12 മണിക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. സാധാരണഗതിയിൽ ഞാൻ പോകുന്നതാണ്. ഇവരെ കുറെ ആൾക്കാരുണ്ട്, അവരെല്ലാം പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് അവൻ വന്നിട്ട് പറഞ്ഞു, വണ്ടി ഇന്ന് വേറെ വണ്ടിക്കാണ് വരുന്നത്, ഒരു 8:30 മണിയാകുമ്പോൾ അവിടെ ഇപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ 8 മണി സമയത്ത് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞ് കുറച്ച് 2 കിലോമീറ്റർ കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് ഒരു ഫോൺ വന്നു. നമ്മുടെ അടുത്തൊരു കടക്കാരനുണ്ട്, ദാമോദരൻ. അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അവനൊരു കൊലപാതകം കൊണ്ടാ നീ പോകുന്നു, ഒരാളെ കൊല ചെയ്തിട്ടാണ് അവൻ പോകുന്നത്, അതുകൊണ്ട് അവനെങ്ങനെയും സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഞാനൊരു ഭാവ വ്യത്യാസം കൂടാതെ അവനോട് നന്നായി സംസാരിച്ചു. അവനൊരു സംശയം വരാത്ത രീതിയിൽ അവനുമായി സംസാരിച്ചു. അതിനിടയിൽ ഒരുപാട് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഒരു സംശയം കൊടുക്കാൻ ഇടയില്ലാത്ത രീതിയിൽ ഞാനത് എങ്ങനെയല്ലോ കൈകാര്യം ചെയ്ത്. ഈ സമയത്ത് ഒരുപാട് കോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം തോന്നും. ഇപ്പോ എന്താണ് കോൾ വിളിക്കുന്നവരൊക്കെ നിങ്ങളോട് എന്താ പറഞ്ഞത്? വിളിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, കൊലപാതകം നടന്നു. അപ്പോൾ 8-3 ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. അതാണ് അവരാണ് നീ വിളിച്ചോണ്ടിരിക്കുന്നത്, എന്താന്ന് അവനെ വിടാൻ പറ്റില്ല, അവനെങ്ങനെയെങ്കിലും ചെയ്യും. അപ്പൊ ഞാൻ സ്വയമായിട്ട് ഒരു ടെൻഷനും കൂടാതെ നല്ല രീതിയിൽ അവനുമായിട്ട് സംസാരിച്ചു. അവനൊരു സംശയം തോന്നാത്ത രീതിയിൽ അവനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ വളപട്ടണം കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വഴി പോവാം, അവിടെ ബ്ലോക്കാണ്, ഈ വഴി പോവാന്ന് പറഞ്ഞു. അവിടെ നിന്ന് തെറ്റി സ്റ്റേഷനിലേക്ക്, നേരെ വളപട്ടണം സ്റ്റേഷനിലേക്ക് അവിടെ എത്തുമ്പോഴേക്ക് ഇവിടുന്നില്ല കൗൺസിലർ ഉണ്ടായിരുന്നു, ഒരു പ്രശോഭ് അദ്ദേഹം അവിടെ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നില്ലേ. അവരവിടെ തയ്യാറായിരുന്നു, അല്ല പോലീസുകാരെല്ലാം ഒക്കെ. ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾക്ക് യാതൊരു സംശയം തോന്നിയില്ല? ഒരു സംശയം തോന്നില്ല. അതൊരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കുപോക്കായിരുന്നു. വളരെ ഒരു ഭാവ വ്യത്യാസം കൂടാതെ ഞാൻ നന്നായി സംസാരിച്ചു, ഒരു ടെൻഷനും ഇല്ലാതെ. പുള്ളിക്കും ഒരു സംശയം വരാത്ത രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്തിട്ട് അവിടെ എത്തിച്ചു. അവരെ ഹാൻഡ് ഓവർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അവരെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചൊരു കിലോമീറ്റർ പിന്നിട്ട ശേഷം വീണ്ടും അവിടെ നിന്ന് സ്റ്റേഷനിൽ വിളിച്ചു, ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. നോക്കുമ്പം IPS സാർ എന്നാണ്, കാർത്തിക് സാർ ഉണ്ടായിരുന്നു, IPS. പുള്ളി എന്നെ വിളിച്ച്, പുള്ളിയുടെ റൂമിലേക്ക് വിളിച്ച് അവിടെ നിന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിനു വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്തു, നല്ല ഗുഡ് ജോബ്. നേരം ഇരുട്ടിയ ശേഷമാണ് ഈ കൊലപാതകം സംഭവിച്ചത്. ഇരുവരും സഹമുറിയന്മാരാണ്, അല്ലെങ്കിൽ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഒരേ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ താമസിക്കുന്ന ആളുകളാണ്. കൊല്ലപ്പെട്ടത് പശ്ചിമ ബംഗാൾ സ്വദേശി ഇസ്മായിലാണ്. പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഗുഡു എന്നു പേരുള്ള മറ്റൊരു തൊഴിലാളിയാണ് പോലീസിന്റെ കസ്റ്റഡി. കൊലപാതകം നടത്തുന്ന സമയത്ത് മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് കഴുത്തിന് കുത്തുകയായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രക്തം വാർന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ഇസ്മായിൽ മരിച്ചു. അതിനുശേഷം ഈ പ്രതി ഗുഡു എന്ന് പറയുന്ന പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു.